നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ വാസവന്റെ ശ്രീനിവാസന്റെ പാർട്ടിക്കാരുടെ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളൊക്കെ അങ്ങനെ പൊടിപൂരമായിട്ട് നടക്കുവാണ്. അങ്ങനെ രണ്ട് പാർട്ടിക്കാരും പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ശ്രീനിവാസന്റെ കൂടെ വിക്രമുണ്ട് പ്രചരണത്തിന്. അങ്ങനെ പ്രചരണമൊക്കെ നല്ല ആഘോഷമായിട്ട് നടക്കുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് നേരെ ചന്ദ്രശേഖരനെ കാണാൻ പോകുന്നുണ്ട്. ചന്ദ്രശേഖരനെ കാണാൻ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വരുണും കൂട്ടരും കൂടെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ പോസ്റ്ററൊക്കെ എഴുതാൻ ഒരുങ്ങുവാണ്. ആ സമയത്താണ് വേറെ കുറച്ച് ആൾക്കാർ വരുന്നത്. അവർ വന്നിട്ട് പറഞ്ഞു, എടാ ഇതേ ഇവിടെ പി പാർട്ടിക്കാർ ബുക്ക് ചെയ്തിരിക്കുന്ന, എന്നിട്ട് നീയൊക്കെ എന്താടാ ഇവിടെ കാണിക്കാൻ പോണേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിനൊരുത്തം പറഞ്ഞു, അതെ ഞങ്ങളാ ഇവിടെ നേരത്തെ സ്ഥലം പിടിച്ചു വെച്ചിരുന്നേ, എന്നിട്ട് നിങ്ങളെന്താ കാണിച്ചേ? ആ സ്ഥലം നിങ്ങൾ കയ്യേറുമല്ലേ ചെയ്തേ? ഞങ്ങൾ ബുക്കിടന്ന് എഴുതിയിട്ട് വായിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇത് എഴുതി വെച്ചല്ലേ ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ പുളിക്കൻ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പുളിക്കനെല്ലാം കണ്ടോണ്ട് എല്ലാം ഒരു തന്ത്രം മാത്രമായിരുന്നു ഇതുപോലൊരു വഴക്കുണ്ടാക്കുക എന്നുള്ളത്. എങ്ങനെയെങ്കിലും വരുണ്ണെ ഇല്ലാതാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെളിവായി കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കൻ അവിടെ ഒരുത്തനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ മുഖമൊക്കെ അങ്ങനെ മൊത്തം മൂടിയിട്ട് നിൽക്കുമായിരുന്നു. കാരണം ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം കൂടിയൊക്കെ ധരിച്ച് ഒരുത്തന് നേരെ ആ വഴക്കിനിടയ്ക്കിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് വരുണിൻ്റെ നേരെ കത്തി ഓങ്ങുക മാത്രമല്ല അവനെ കുത്തുകയും ചെയ്തു. അപ്പോഴേക്കും പുളിക്കൻ അവിടെ നിന്ന് വിളിച്ചു, എടാ വിക്രം, നീ എന്ത് പരിപാടിയെ കാണിക്കണമെന്നൊക്കെ ചോദിക്കണം. അപ്പം എല്ലാവരും കരുതിയാൽ വിക്രം വന്ന്, കാരണം മാസ്ക് വെച്ച് മുഖം മൂടി വെച്ചിരിക്കല്ലേ, അവർക്കാർക്കും അറിയത്തില്ലോ, ഈ വരുണിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിയത്തില്ലോ ആരാ എന്താ എങ്ങനെയാന്നൊക്കെ. അങ്ങനെ വിക്രം എന്ന് വിളിച്ചിട്ട് ഓടി അങ്ങ് ചെന്നു. എന്നിട്ട് പിന്നെ അവനെ അങ്ങോട്ട് പിടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് വരുൺ താഴെ വീണു കിടന്ന് പിടയുവാണ്. ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുവാണ്. കാരണം അവരുടെ എല്ലാവരും വിചാരം വിക്രമാണ് വന്ന് കുത്തിയ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അതേ സമയത്ത് രാജേട്ടനും അനിയൻകുട്ടനും കൂടെ ക്യാരറ്റ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയൻകുട്ടൻ ചോദിച്ചു, അല്ല രാജേട്ടൻ എന്ത് തോന്നുന്നു? ഈ കളി നീ ജയിക്കുമെന്നാണോ പറയണേ? അതല്ല, വിക്രത്തിന്റെ വേദയുടെയും കാര്യത്തെക്കുറിച്ചാ. എന്ത്? അല്ല അവർ തമ്മിൽ ഒന്നിക്കുവോ? അതെന്താടാ അനിയൻകുട്ട അങ്ങനെ ഒരു ചോദ്യം? അല്ല എനിക്ക് തോന്നുന്നുണ്ട് അവരധികം വൈകാതെ ഒന്നിക്കുമെന്ന്. എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഈ രാജേണ്ണ അറിയാൻ മേലെ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, ശക്തിയുള്ള ഒന്നാന്ന് പറയണ. അധികം നാളെന്താളും വേദയ്ക്കും വിക്രത്തിനും പിരിഞ്ഞു കഴിയാനൊന്നും പറ്റില്ല. വിക്രത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കണ്ടോ? വിക്രത്തിന് എത്രയും പെട്ടെന്ന് വേദയൊന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്നുള്ളൂ. ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കും അവന് വേദയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ഓ അത് ശരിയായിരിക്കുമല്ലേ, ചിലപ്പോൾ കൂട്ടിക്കൊണ്ട് വരുമായിരിക്കും, കൂട്ടിക്കൊണ്ട് വരാതിരിക്കില്ല. അവരുടെ പിണക്കങ്ങൾക്കൊന്നും അധികം ആയുസൊന്നും ഇല്ല. അങ്ങനെ അവർ ആ കാര്യത്തിൽ സന്തോഷിക്കണം. അപ്പോഴേക്കാണ് ജോസഫ് അങ്ങോട്ട് ഓടിക്കതച്ചു വരുന്നത്. ജോസഫ് നിന്നിച്ചു, അല്ല വിക്രം എന്തിന്ന് ചോദിക്കണം. അവനൊരു 10 മിനിറ്റ് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവനല്ലേ അത് ചെയ്തേ? എടാ എന്ത് ചെയ്ത കാര്യമാ? അതെ വലിയൊരു അപകടത്തിലാന്ന് പറയണ. എടാ നീ കാര്യം എന്താ വെച്ചാ പറ. അത് പിന്നെ വരുണിനെ ആരോ കുത്തി, അത് വിക്രമാന്നാ പറയണേ. വിക്രമോ? അതെങ്ങനെ ശരിയാവും? അവൻ ഞങ്ങളോടൊപ്പം കളിക്കാനുണ്ടായിരുന്നല്ലോ, പിന്നെ അവൻ എങ്ങനെയാന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് എന്തോ ഒരു ചതിയുണ്ട്, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ സ്ഥലം വാസുവിന്റെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാന്ന് പറഞ്ഞു. എടാ എന്താടാ? അതെ പെട്ടെന്ന് രക്ഷപ്പെടാന്ന് പറയണ. അങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെടുവാണ്. പിന്നീട് വാസവനും രേണു അവരെല്ലാവരും കൂടെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് അവിടെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. കാരണം വരുണിൻ്റെ സ്ഥിതി അത്ര രൂക്ഷമായിരുന്നു. കാരണം വരുണിന് എപ്പോൾ ഏത് നിമിഷം വേണം എന്ത് വേണം സംഭവിക്കാം, അത്ര ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജായിരുന്നു വരുണിന്. അപ്പോഴേക്കുണ്ട് ഒരു ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ ഓടിച്ചെന്നു. കൂടെ രേണു. വാസവൻ ചോദിച്ചു, എന്തായി ഡോക്ടറെ, എൻ്റെ മോൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? അയാളുടെ സ്ഥിതി ഇച്ചിരി ഗുരുതരമായിരുന്നു. കാരണം ഇന്റേണൽ ഓർഗൻസിനൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണ്ടി വരും എന്ന് ഞങ്ങൾ കരുതിയിരുന്ന സർജറി ചെയ്യാൻ ഒരുങ്ങിയതുവാ. പക്ഷേ ആ സമയത്ത് ഒരു അറ്റാക്ക് വന്നു. ഞങ്ങൾക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വാസവനും രേണും കൂടെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് രേണുവോടൊന്ന് പൊട്ടിക്കരയുവാണ്. അതുപോലെ തന്നെ വാസവനും വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതേ സമയത്ത് ശ്രീനിവാസിൻ്റെ അടുത്ത് രാജേട്ടനും പുളിക്കനും ഒക്കെ ഉണ്ട്. പിന്നീട് ശ്രീനിവാസൻ ചോദിച്ചു, അല്ല എന്താ ശരിക്കും സംഭവിച്ചേ? ആ സമയത്ത് രാജേട്ടൻ പറഞ്ഞു, ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം. ഈ സമയത്ത് പുളിക്കനോട് ചോദിച്ചു, എടാ നീ കണ്ടതാണോ വിക്രമാണെന്ന്? അത് പിന്നെ ഞാൻ
അങ്ങനെ മുഖം കണ്ടില്ല, മുഖം മൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു പറയണ. എടാ അതെങ്ങനെ വിക്രമാന്ന് നിനക്ക് ഉറപ്പിക്കാൻ പറ്റും? അല്ല ആ ശരീരപ്രകൃതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വിക്രമാന്ന് എനിക്ക് തോന്നി. പോരാത്തന് ഞാൻ വിക്രം എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പുളിക്കനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തന്ത്രശാലി. അവനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ശ്രീകാന്തിനോടൊപ്പം ചേർന്ന് വിക്രത്തെ കുരുതി കൊടുക്കാനായിട്ട് അവനാണ് കൂട്ടു നിന്നിരിക്കുന്നത്. ആ സമയത്ത് രാജേട്ടൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ വിക്രം ചെയ്യില്ല ശ്രീനി സാറേ. കാരണം വിക്രം അവിടെ ഉണ്ടായിരുന്നു ക്യാരൻസ് കളിക്കുന്നിടത്ത്. ഒരു 10 മിനിറ്റ് മുമ്പ് അവൻ അവിടെ നിന്ന് പോയത്. പിന്നെ അവൻ എങ്ങനെ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയണ. ശ്രീനി സാർ പറഞ്ഞു, അത് ശരിയാണല്ലോ. അങ്ങനെയാണ് പിന്നെ ക്യാരൻസ് കളിച്ചുകൊണ്ടിരുന്ന അവനെങ്ങനെയാ അവിടെ പോയി കൊലയുന്നേന്ന് ചോദിച്ചു. എടാ പുളിക്ക, സത്യം പറയടാ, നീ കണ്ടവണോ? എൻ്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ അവന് ആ പതിവായിട്ടിടാറുള്ള ആ ബ്ലാക്ക് ചെക്ക് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുപോലത്തെ ഒരു ഷർട്ടാണ്. അവൻ്റെ അത്ര ഹൈറ്റും വെയിറ്റും ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ടാണ് വിക്രമെന്ന് എനിക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നിയത് വിക്രമാന്ന്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ഒടുവിൽ ഞാനും അവിടുന്ന് രക്ഷപ്പെട്ടോടി ഇവനോടൊപ്പം. അല്ല എന്നിട്ട് നീ എന്താ അവനോട് സംസാരിക്കായിരുന്നേ? അല്ല അത് പിന്നെ ആ ഓട്ടത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവനെ കണ്ടുമില്ല. അവൻ രക്ഷപ്പെട്ട് എങ്ങോട്ടേക്ക് ഓടിയെന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പണിയാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ ഓടി രക്ഷപ്പെട്ടെ. ശ്രീനിവാസൻ പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ടെന്ന് തോന്നുന്നല്ലോ. അവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം അവൻ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. പിന്നെ എങ്ങനെ അവൻ അവിടെ വരുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേ സമയത്ത് ആഘോഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. SI സാബുവും ശ്രീകാന്തും അവനോടൊപ്പം തന്നെ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടെ മദ്യമൊക്കെ കുടിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, എന്താണ് സമ്മതിച്ചു തന്നിരിക്കുന്ന സാബു നിന്നെ. കാരണം അവൻ്റെ ഒപ്പമുള്ള ഹൈറ്റിലും വീട്ടിലുള്ള ഒരാളെ തന്നെ നീ കണ്ടുപിടിച്ചില്ലേ. അതുകൊണ്ട് എന്താ ഈ പറയുന്ന പുളിക്കിന് പോലും സംശയം തോന്നി. ഒരു വേള അത് അവനാണോന്ന് വിക്രമാണോന്ന്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ. പൈസ അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റേതായ പണി നല്ല ഭംഗിക്ക് ചെയ്തു. ഇപ്പം കണ്ടില്ലേ, ഒരുത്തൻ തീർന്നു കിട്ടിയില്ലേന്ന് ചോദിച്ചു. ഒരുത്തൻ തീർന്നു കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ മറ്റവനകത്ത് പോകാനായിട്ടും ഇരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായി. ഈ അവസരത്തിന് വേണ്ടിയിട്ട് എത്ര കാലമേ നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോൾ ഒന്നിൻ്റെ ശല്യം നമുക്കുണ്ടാകത്തില്ല. ശല്യങ്ങളൊക്കെ ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറഞ്ഞ് അവരങ്ങനെ സന്തോഷിക്കുകയാണ്. ഇതേ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, മിക്കവാറും അവളുണ്ടല്ലോ വേദ, അവന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് ഇറങ്ങുമായിരിക്കും, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, എടാ അപ്പം എന്ത് ചെയ്യുന്നു ചോദിക്കുക. അതിന് നമുക്ക് പ്രതിവിധി ഉണ്ടല്ലോ. അവന് വേണ്ടിയിട്ട് അവൾ വാദിച്ചോട്ടെ എന്ന് പറഞ്ഞു. ആ സമയം SI പറഞ്ഞു, അതെന്താണെങ്കിലും നമുക്ക് ഫേവറാന്ന് തോന്നില്ല. കാരണം അവന് വേണ്ടിയിട്ട് അവൾ വാദിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ വാദിക്കും. ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന അവൻ അവിടെ ഇല്ലായിരുന്നൊക്കെ. അങ്ങനെയായിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ പ്രശ്നമാവെന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, അതൊന്നും സാരമില്ലടോ. ആ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു തീരുമാനം ഉണ്ടാവും. അതെന്താ, ഈ പറയുന്ന വാസവൻ അവനെ വെറുതെ വിടുമോ? ഇനിയിപ്പം വിക്രത്തിനെ പിടികൂടാൻ ഓടിപ്പാഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. കാരണം അതിനു മുമ്പ് തന്നെ വാസവന് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. ഇനിയിപ്പോൾ അവൻ്റെ മഹസർ തയ്യാറാക്കാനായിട്ട് നീ പോയാൽ മതി സാബു. അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ശത്രുക്കളെല്ലാം ഒറ്റയടിക്ക് തീരും. അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വാസവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ലേ എന്ന് ചന്ദ്രശേഖരൻ ചോദിച്ചു. അറസ്റ്റ് ചെയ്യട്ടെ, എന്ത് വേണം സംഭവിച്ചോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. വേദയെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ വിക്രത്തിനെ. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷിച്ചു. അതേ സമയത്ത് വാസവൻ്റെ ഗുണ്ടകൾ നേരെ മാഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെയെല്ലാം വീടിൻ്റെ പുറത്തുള്ള സാധനങ്ങളെല്ലാം തല്ലി ഉടയ്ക്കുവാണ്. നേരെ അകത്തേക്ക് കയറാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് ഒച്ചപ്പാടും ബഹളമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ എഴുന്നേറ്റ് വിശ്വത്തിനോട് പറഞ്ഞു, വിശ്വട്ടെ എഴുന്നേറ്റ്, എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരും എഴുന്നേറ്റു. വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റു. അത് ശരിയാണല്ലോ, ആരോ എന്തൊക്കെയോ തല്ലിപ്പിടിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ, നമുക്ക് നോക്കാം എന്താ ഏതാന്ന്. ആ സമയത്ത് മാസ്റ്റർ പറഞ്ഞത് ആരായിരിക്കും പോലും അറിയില്ല അച്ഛാ എന്താ ഏതാന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് അവർ നോക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആണെങ്കിലും കഥകളും കാര്യങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഇന്ന് മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.